ആ ബില്ലുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? പ്രൈവറ്റ് സ്കൂളുകളൊക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളും ഈ അടുത്ത് ചോദിച്ച PSC ചോദ്യമാണ്. ഒരു പ്രീവിയസ് ചോദ്യമാണ് മുക്കോല പെരുമാൾ എന്ന് പറയുന്നത്. അത് ഇവിടം തൊട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശ. വളരെ വേഗം നമ്മൾ 30 ചോദ്യങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ എക്സാം എഴുതുന്നു, എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു ഇവിടെ താഴെ കമന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സൂപ്പർ സൺഡേ ചലഞ്ച്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേണ്ടിയുടെ സൂപ്പർ സൺഡേ ചലഞ്ചിന് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 10 ചോദ്യങ്ങൾ SCRT NCRTയിൽ നിന്നും 10 ചോദ്യങ്ങൾ PSC ചോദിച്ചത്, 10 ചോദ്യങ്ങൾ ആനുകാലികം. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ സൺഡേയിലെ 30 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നന്നായിട്ട് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ടൈമിൽ 10 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ഉൾപ്പെടെ 30 ചോദ്യങ്ങളുടെ പരീക്ഷയാണ് നിങ്ങൾ നേരിടേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഇത്രയും സമയം കുറച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എഴുതാനുള്ള വേഗത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ഈ ഞായറാഴ്ച ദിവസം വളരെ ഉഷാറോടുകൂടി മത്സരത്തോടുകൂടി തന്നെ ഈ ഒരു പരീക്ഷയെ നോക്കിക്കാണുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ 5 മിനിറ്റിലായിട്ട് ഈ പരീക്ഷ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, ചിലർക്ക് ചിലപ്പോൾ ടൈം തികയാതെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഫാസ്റ്റ് ആകും. നിങ്ങൾക്ക് ഈ ഒരു പരിശീലനത്തിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മുൻപത്തെ എപ്പിസോഡ് കാണാത്ത വിദ്യാർത്ഥികൾ അതൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എൻട്രി ആപ്പിനകത്ത് എക്സാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇന്ന ടൈമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡിൽ എക്സാം ഒക്കെ പരിശീലിച്ച് നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഓരോ എഴുത്തുകാരെ പഠിച്ചു വരികയാണ് അല്ലേ? നമ്മൾ ആദ്യം തുടങ്ങിയത് തകഴി ശിവശങ്കര പിള്ളയിലാണ്. അവിടെ നമ്മൾ P. വത്സലയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരിയിലേക്കാണ്. 10ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലുള്ള അതിൽ പരാമർശിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി ഒരു എഴുത്തുകാരനപ്പുറം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കൂടിയാണ് അല്ലെ? അപ്പൊ എന്തായാലും പാഠപുസ്തകത്തിലുള്ള പോയിന്റുകളും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ജോസഫ് മുണ്ടശ്ശേരിയുടെ ജനന വർഷം 1903 ആണ്. മരണപ്പെടുന്നത് 1977-ലാണ്. ഇനി പ്രത്യേകത നോക്കാം. തൃശ്ശൂരിലെ കണ്ടംശാം കടവിലാണ് ജനനം. സാഹിത്യ വിമർശകനാണ്, അധ്യാപകനാണ്, വാഗ്മിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നീ നിലകളിലൊക്കെ ബഹുമുഖമായ വ്യക്തിത്വത്തിനുടമയാണ് ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ഇവിടം തൊട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. അതുപോലെ തന്നെ കാവ്യപീഠിക, നാടകാന്തം, കവിത്വം, മാറ്റുലി, വായനശാലയിൽ, അത് 4 ഭാഗങ്ങളുണ്ട്. അതുപോലെ മാനദണ്ഡം, പ്രൊഫസർ, കൊന്തയിൽ നിന്നും കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത് തുടങ്ങിയവ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ കൃതികൾ ഇത്രയും നമ്മൾ നോട്ട് ചെയ്യണം. കാരണം എന്താ? ഇത് പാഠപുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം അറിയേണ്ടത് ആത്മകഥയാണ്. എന്താ? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അതുപോലെ കാവ്യപീഠിക, നാടകാന്തം, കവിത്വം, മാറ്റുലി, വായനശാലയിൽ, മാനദണ്ഡം, പ്രൊഫസർ, കൊന്തയിൽ നിന്നും കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത് തുടങ്ങിയവ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്കറിയാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോവുകയാണ്. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ചോദ്യത്തിന് ഉത്തരം എന്താ? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യം കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെയൊക്കെ ഭാഗമായിരുന്ന പ്രവർത്തകനായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയാണ് പിൽക്കാലത്ത് നമ്മുടെ EMS സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്നത്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല്, ആദ്യത്തെ വിദ്യാഭ്യാസ ബില്ല് നമുക്കറിയാം ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലാണ്. ആ ബില്ലുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? പ്രൈവറ്റ് സ്കൂളുകളൊക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളും സ്കൂളുകളൊക്കെ എന്താണ് അവിടെ PSC വഴി നിയമനം നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ബില്ലായിട്ട് നമുക്ക് തോന്നും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമുദായിക സംഘടനകളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അത് എന്തിലേക്ക് നയിക്കുകയാണ്? വിമോചന സമരത്തിലേക്ക് നയിക്കുകയും അങ്ങനെ EMS സർക്കാരിന്റെ ഭരണം അവസാനിക്കുന്നതിന് കാരണമാവുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് കൂടിയാണ് വിദ്യാഭ്യാസ ബില്ല് എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ ബില്ലിന്റെ വക്താവ് അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച ആൾ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി അടുത്തത്, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ കൂടിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ക്ലിയർ ആണ്? അടുത്തത്, വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കഴിഞ്ഞില്ല, ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മാരകം ഉണ്ട്. ആ സ്മാരകം തൃശ്ശൂരിലെ ചെമ്പുകാവിലാണ് ഉള്ളത് എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, സാധാരണ ഗതിയിൽ എപ്പോഴും ചോദിക്കാറുള്ളത് ഒന്ന് കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥയാണ്. രണ്ടാമത്തത് വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പൊതുവെ നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുള്ളത്. അപ്പൊ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ വർക്കുകൾ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്.
കാനായി കുഞ്ഞിരാമൻ. ശില്പകല അല്ലെ, കേരളത്തിൽ ശില്പകല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു പേരാണ് കാനായി കുഞ്ഞിരാമൻ. 5ാം ക്ലാസ്സിലെ ആർട്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് കാനായി കുഞ്ഞിരാമൻ. അപ്പൊ കാനായി കുഞ്ഞിരാമൻ, നമുക്കറിയാം ആർട്സ് സ്പോർട്സിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു PSC പരീക്ഷകളാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു വെയിറ്റേജ് ആ ഒരു ഏരിയയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കാനായി കുഞ്ഞിരാമനെ അറിയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റുകൾ നോക്കാം. ഒന്ന്, 1937 ജൂലൈ 25 കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്താണ് ജനനം. മദിരാശിയിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും 1960 1ാം ക്ലാസ്സോടെ ശില്പകലയിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. പ്രശസ്ത ചിത്രകാരനായ KCS പണിക്കരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ചിത്രകളിൽ നിന്ന് ശില്പകലയിലേക്കുള്ള മാറ്റം അവിചാരിതമായിരുന്നു. ആദ്യം തകരപ്പാളികളിൽ കൊത്തുപണി തുടങ്ങി. തകരപ്പാളിയിൽ തീർത്ത അമ്മ എന്ന ശില്പം ഒരു കലാകാരൻ തന്റെ സമൂഹത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും കേട്ടുകേൾവികളിൽ നിന്നും ഒക്കെ ആവോളം പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നതിന്റെ മകുടുദാഹരണമാണ് എന്നുള്ളതും പാഠപുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ന ശില്പം അത് ആരുടേതാണ്? നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ. ഒന്ന്, യക്ഷി. അതെവിടെയാ? മലമ്പുഴ ഡാമിലാണ് യക്ഷി. അതുപോലെ ശംഖ്, വേളി കടപ്പുറത്ത് അദ്ദേഹം സ്ഥാപിച്ചതാണ് ശംഖ്. അതുപോലെ ശംഖുമുഖം കടപ്പുറത്ത് ജലകന്യക, അമ്മയും കുഞ്ഞും, പയ്യാമ്പലം, കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചില് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ശില്പം. അതേപോലെ തന്നെ കൊച്ചിയിലെ മുക്കോല പെരുമാൾ, ഈ അടുത്ത് ചോദിച്ച PSC ചോദ്യമാണ്, ഒരു പ്രീവിയസ് ചോദ്യമാണ് മുക്കോല പെരുമാൾ എന്ന് പറയുന്നത്. അത് എവിടെയാണെന്നാണ് ചോദിച്ചത്, ആരുടേതാണെന്നല്ല ചോദിച്ചത്. മുക്കോല പെരുമാൾ എന്ന കാനായി കുഞ്ഞിരാമന്റെ ശില്പം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഉത്തരം കൊച്ചിയാണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പോ ഇവിടെ കൃത്യമായിട്ട് പാഠപുസ്തകത്തിൽ തന്നെ ഓരോന്നും എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ചേരുമ്പടി ചേർത്തുകൊണ്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും PSC ചോദ്യകർത്താവിന് ചോദ്യം ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുക കാനായി കുഞ്ഞിരാമന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ അത് എവിടെയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. യക്ഷി അത് മലമ്പുഴ ഡാമാണ്. ശംഖ് വേളി കടപ്പുറമാണ്. ജനകന്യക ശംഖുമുഖം കടപ്പുറമാണ്. അമ്മയും കുഞ്ഞും പയ്യാമ്പലം, കണ്ണൂർ പയ്യാമ്പലമാണ്. അതുപോലെ മുക്കോല പെരുമാൾ കൊച്ചിയിലാണ്. ഇനി രാജാ രവിവർമ്മ പുരസ്കാരം 2005 കിട്ടി. അതേപോലെ തിക്കുറിശി അവാർഡ് 2006 ലഭിച്ചു. അതുപോലെ തന്നെ MS നഞ്ചുറാണ്ടു ദേശീയ അവാർഡ് 2018 ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും കേരളത്തിന്റെ പുരസ്കാരമൊക്കെ നിരസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വളരെയധികം ഈ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ വന്ന ഒരാൾ കൂടിയായിരുന്നു. ഈ അടുത്തെന്ന് പറയാൻ കുറച്ച് ആൾക്ക് മുമ്പ് വാർത്തകളിലൊക്കെ വന്ന ആൾ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ മൂന്നാമത്തെ ആളിലേക്ക് പോകും, മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തത് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. 1991 വരെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 91 ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് പുത്തനൊരു ഉണർവ് വരികയാണ്, പുതിയ ആശയം വരികയാണ്, പുതിയൊരു ചേഞ്ച് വരികയാണ്. ആ ചേഞ്ച് എന്താണ്? 1991 പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസിയാണ്. ഈ പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, 3 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, 1 ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ ആണ്. 2 സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ ആണ്. 3 ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഈ 3 ലക്ഷ്യങ്ങളാണ് 1991 ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത്. ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് ആരാണ്? അത് കൊണ്ടുവന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു, അതേപോലെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, വലിയൊരു എക്കണോമിസ്റ്റ് ആണ്. RBI ഗവർണർ ആയിരുന്നു അല്ലേ. അത്രത്തോളം വലിയൊരു സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള മൻമോഹൻ സിംഗ് നമ്മുടെ ധനമന്ത്രി ആയിരുന്ന സമയത്താണ് എന്ത് വരുന്നത്? ന്യൂ എക്കണോമിക് പോളിസി വരുന്നത്. അപ്പോൾ ധനമന്ത്രി ആരാണ്? നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹറാവു ആണ്. ഈ സമയത്താണ് പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. അതിന്റെ ലക്ഷ്യങ്ങളാണ് ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ ലിബറലൈസേഷനും അതുപോലെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഉദാരവൽക്കരണത്തിന് പ്രധാനപ്പെട്ട പാഠപുസ്തകത്തിലെ പോയിന്റുകളാണ്. ബാക്കിയുള്ളതിന്റെ പോയിന്റ് നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും അതേപോലെ സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം. അല്ലെങ്കിൽ ഉദാരവൽക്കരണം നമുക്കറിയാം. യെസ്. അടുത്ത ഉദാരവൽക്കരണ നടപടികൾക്ക് 1985 തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൊതുവെ അതൊരു ഇതായിട്ട് പറയുന്നത് 1991 പുത്തൻ സാമ്പത്തിക നയത്തിലൂടെയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ 1985 തന്നെ ഈ പറയുന്ന ഉദാരവൽക്കരണ നടപടികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി
ഉദാരവൽക്കരണത്തിന്റെ ഫലമായി നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പോയിന്റുകൾ ഇത്രയും പാഠപുസ്തകത്തിൽ ബുള്ളറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരുമ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പാഠപുസ്തകത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഉദാരവൽക്കരണത്തിന്റെ ഫലമായി നടപ്പിലാക്കിയ കാര്യങ്ങൾ: 1, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതുപോലെ ഇറക്കുമതി ചുങ്കവും നികുതിയും കുറച്ചു. വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ കുറഞ്ഞു. ഇതോടെ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇതാണ് ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുണ്ടായ നടപ്പിലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് +2 നമ്മുടെ ഹിസ്റ്ററിയിലെ ആ ഒരു പാഠപുസ്തകത്തിലെ കാര്യത്തിലേക്കാണ് പോകുന്നത്. തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഒരു ടൈം ലൈൻ ആണ്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? കൊച്ചിയിലെ പ്രധാനപ്പെട്ട വർഷങ്ങളുടെ ടൈം ലൈൻ പഠിച്ചായിരുന്നു, അതുപോലെ മലബാറും പഠിച്ചിരുന്നു. അപ്പൊ തിരുവിതാംകൂറിൽ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഇട്ട് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന 4 വർഷങ്ങൾ. ഒന്ന് 1927 തിരുവിതാംകൂറാണ്, 1927, 1929, 1932, 1938. അപ്പൊ ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ നമ്മൾ അന്ന് പഠിച്ചതാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ദേശീയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മലബാർ പ്രത്യേകം, കാരണം മലബാർ ഡയറക്റ്റ് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. പക്ഷെ കൊച്ചിയും അതേപോലെ തന്നെ തിരുവിതാംകൂറും നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിലാണെങ്കിൽ തന്നെയും നാട്ടുരാജാക്കന്മാരാൽ ഭരിക്കപ്പെടുന്ന പ്രദേശങ്ങളായിരുന്നു തിരുവിതാംകൂറും കൊച്ചി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മലബാറിൽ ഉണ്ടാകുന്ന ഒരു പ്രക്ഷോഭ രീതികളോ ഒന്നുമല്ല, ദേശീയ പ്രസ്ഥാനത്തിന്റെ രീതികളോ അല്ല കൊച്ചിയിലേക്കും അതേപോലെ തിരുവിതാംകൂറിലേക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നമുക്ക് നാട്ടുരാജ്യത്തിനെതിരായിട്ട് കുറേയധികം പ്രക്ഷോഭങ്ങൾ കാണാൻ കഴിയും. അത്തരത്തിലുള്ള പല പ്രക്ഷോഭങ്ങളുടെയുമാണ് വർഷങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. 1927, 29, 32, 38. അതിലാദ്യം പറയുന്നത് 1927 ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം എന്നാണ്. ഓക്കെ, എന്താണ് ഈ ഉത്തരവാദ ഭരണം എന്ന് പറയുന്നത്? ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഭരണകൂടം. പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. എന്താണ് ഉത്തരവാദ ഭരണം? ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ഭരണകൂടം, അതാണ് ഉത്തരവാദ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അത് നിലവിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അത് 1927 കാലഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നുണ്ട്. അതേപോലെ കൊച്ചിയിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? കാരണം തിരുവിതാംകൂറും കൊച്ചിയും ഭരിക്കുന്നത് രാജഭരണമാണ്. അവിടെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ രാജവംശം ഭരിക്കുകയാണ്, കൊച്ചിയിൽ കൊച്ചി രാജവംശം ഭരിക്കുകയാണ്. അപ്പൊ അവിടെ ഉത്തരവാദ ഭരണം ജനങ്ങൾക്ക് അനുസൃതമായ, ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ഭരണകൂടം വരണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇൻഡയറക്ട്ലി ബ്രിട്ടീഷുകാർക്കെതിരായും കൂടിയിട്ടാണ് ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഈ സമരത്തിനെ ഈ പറയുന്ന ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 രീതിയിൽ കാണാം. അതായത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, ജനകീയ പ്രക്ഷോഭം കാണാൻ കഴിയുന്നത് തിരുവിതാംകൂറിലാണ്. അത്രത്തോളം വലിയ പ്രക്ഷോഭം ആയിരുന്നില്ല കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ കൊച്ചിയേക്കാൾ ഉപരി വലിയ പ്രക്ഷോഭങ്ങൾ നടന്നത് തിരുവിതാംകൂറിലാണ്. കുറെ ആളുകൾ മരിക്കുകയുണ്ടായി, വെടിവെപ്പുണ്ടായി, പല പല പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതിൽ ഈ നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് കിടക്കുകയാണ്. 1927 ഉത്തരവാദ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുന്നത് 27 തിരുവിതാംകൂറിൽ, മറക്കരുത്. ഇനി അടുത്തത് 29 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം. ഇതൊക്കെ സംഭവിച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് 1929 തിരുവനന്തപുരത്ത് വെച്ചിട്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസ് എന്ന് പറയുന്ന കോൺഫറൻസ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഇവിടെ പറയുന്നത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് പീപ്പിൾ കോൺഫറൻസ് എന്ന് പറയുന്ന കോൺഫറൻസ് 1929 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. ആരാണ് അധ്യക്ഷൻ എന്നറിയോ? എം വിശ്വേശ്വരയ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന, പഠിച്ചു വെച്ചിരിക്കുന്ന, നമുക്കറിയാവുന്ന ആ എം വിശ്വേശ്വരയ്യയുടെ അധ്യക്ഷതയിലാണ് 1929 തിരുവനന്തപുരത്ത് വെച്ച് ഈ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രസക്തി എന്താണെന്നറിയോ? ഈ സമ്മേളനത്തിൽ വെച്ചും പറയുകയുണ്ടായി, എന്താ? നാട്ടുരാജ്യങ്ങളിൽ ഉത്തരവാദ ഭരണം നിലവിൽ വരുത്തണം എന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അവിടെ ചർച്ച ചെയ്യുകയും ചെയ്ത സമ്മേളനം കൂടിയാണ് 1929 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം എന്ന് പറയുന്നത്. അധ്യക്ഷൻ ആരാ? എം വിശ്വേശ്വരയ്യാണ്, മറക്കരുത്. ഓക്കെയാണ്. പിന്നെ 32 നമുക്കറിയാം തിരുവിതാംകൂർ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ?
നിവർത്തന പ്രക്ഷോഭം അല്ലെ. നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ സംവരണവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന വോട്ടവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന വലിയ സംഭവമാണ്. അപ്പൊ അതില് നമുക്കിവിടെ പോയിന്റ് PSC പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത് 1932 തിരുവിതാംകൂറിൽ നമ്മുടെ ഈഴവ വിഭാഗത്തിനും അതുപോലെ മുസ്ലിം വിഭാഗത്തിനും ക്രൈസ്തവ വിഭാഗത്തിനും ഒന്നും യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ പ്രജാസഭയിലേക്കുള്ള ഇലക്ഷനിലുമില്ല, അതേപോലെ മറ്റ് സംവരണങ്ങളില്ല, ജോലിയിലുമില്ല. അപ്പൊ അതിനെതിരായിട്ടാണ് അത്തരത്തിൽ ഞങ്ങൾക്ക് സംവരണം വേണം, വോട്ടവകാശം വേണം, ജോലിയിൽ ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭം, നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ അരങ്ങേറുന്നത്. അപ്പോൾ 32 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സി കേശവൻ അറിയാമോ, നിങ്ങൾക്ക് അറിയാലോ സി കേശവൻ 1935 നമ്മുടെ കോഴഞ്ചേരി പ്രസംഗം അല്ലെ. 1935 മെയ് മാസം 11 കോഴഞ്ചേരിയിൽ വെച്ച് ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഭയങ്കര വൈറലായിട്ട് എന്താ ഇദ്ദേഹം 1 വർഷത്തേക്ക് ജയിലിലാവുകയും ചെയ്തു. ആര്? സി കേശവൻ. അപ്പോൾ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. വർഷം 1935 മെയ് മാസം 11 അപ്പൊ നിവർത്തന പ്രക്ഷോഭം വളരെ പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് ഈ പേരിൽ പഠിച്ചു വെക്കുക. കാരണം എന്താ അറിയോ, PSC ചോദിക്കുകയാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തവർ ആരാണെന്ന് എഴുതുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന നിവർത്തന പ്രക്ഷോഭം ബന്ധമില്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഈ പേരുകളൊക്കെ തരികയാണെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കുക. 32 തുടങ്ങിയത്, 35 കോഴഞ്ചേരി പ്രസംഗം, പ്രധാനപ്പെട്ട നേതാക്കന്മാർ സി കേശവൻ, DM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, പാഠപുസ്തകത്തിൽ ഒരു പോയിന്റേ പറയുന്നുള്ളൂ. എന്താ? വോട്ടവകാശം. അതായത് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം വേണമെന്നാണ് അവിടെ ഇവർ ആവശ്യപ്പെട്ടത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ സ്വത്ത് ഏറ്റവും കൂടുതൽ ഒരു വർഷത്തെ ഇത്രയും കരമടയ്ക്കുന്ന സ്വത്തിന് ഏറ്റവും കൂടുതൽ കരമടയ്ക്കുന്നവരാരോ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ബ്രാഹ്മണരും അതേപോലെ തന്നെ നായന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവരുടെ ഭൂമിയുള്ളൂ, അവരാണ് നികുതി കൊടുക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്, പൈസ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കേ പറ്റുള്ളായിരുന്നു. അപ്പൊ അത് നിർത്തലാക്കിയിട്ട് എന്ത് ചെയ്യുക, ജനസംഖ്യാനുപാതികമായി വോട്ടവകാശം, പ്രായപൂർത്തി വോട്ടവകാശം നൽകുക എന്നുള്ളതായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് സാമുദായികമായി ജനസംഖ്യ നോക്കിക്കൊണ്ട് സാമുദായിക സംവരണം കൊണ്ടുവരണം എന്നുള്ളതും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അതേപോലെ തന്നെ സർക്കാർ സർവീസിൽ സാമുദായികമായ സംവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടും എന്ത് നടന്നു? പ്രക്ഷോഭം നടന്നു. അപ്പൊ ഈ പറഞ്ഞപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്കറിയാം ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ PSC രൂപീകൃതമാണ്. ട്രാവൻകൂർ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണല്ലോ അല്ലെ. യെസ്. അടുത്ത 1938 ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയാണ്. അതായത് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്തിനാ ഇവിടെ നമ്മുടെ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇല്ലേ, പിന്നെ എന്തിനാണ് തിരുവിതാംകൂറിൽ ഒരു കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത് എന്നൊരു തോന്നല് നിങ്ങൾ പലർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് 1938 നമ്മുടെ ആദ്യമായിട്ട് ഗ്രാമത്തിൽ വെച്ചാണ് സമ്മേളനം. ഏത് സമ്മേളനം? 38 ഫൈസ്പൂർ സമ്മേളനം. ഈ ഫൈസ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒന്ന് കോൺഗ്രസ് എടുക്കുകയാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കാത്ത നാട്ടുരാജ്യങ്ങളുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ പ്രക്ഷോഭം നയിക്കാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു പ്രാദേശിക സംഘടനകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അതിന് സപ്പോർട്ട് കൊടുത്താൽ മതി, അല്ലാതെ ഡയറക്റ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് നാട്ടുരാജ്യങ്ങളിൽ പോകണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കുകയാണ്. ദേശീയ തലത്തിൽ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ തന്നെ ഇനി പ്രക്ഷോഭം നടത്താൻ പോകുന്നത് KPCCയോ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയോ അല്ല, മറിച്ച് അവിടെ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് എന്ത് രൂപീകരിക്കുന്നത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ അധ്യക്ഷൻ ആരായിട്ട് വെച്ചു? നമ്മുടെ പട്ടം താണുപിള്ള പ്രസിഡന്റായി, ആദ്യത്തെ പ്രസിഡന്റ് ആയിക്കൊണ്ടാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 രൂപീകരിക്കപ്പെടുന്നത്.
പിന്നെ എല്ലാം ആരാണ്? ഈ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് അങ്ങോട്ടേക്ക് സർ CP-ക്കെതിരെ പ്രക്ഷോഭങ്ങൾ, തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഇടപെടലിനെതിരെ പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ നടക്കുന്നത് പിന്നീട് ഈ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് നമ്മുടെ അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്നത്. എന്റെ വനിതാ വിഭാഗത്തിന് നേതാവ് കൂടിയാണ് അക്കമ്മ ചെറിയാൻ. അപ്പൊ ഇവിടെ ഈ ഉത്തരവാദ പ്രക്ഷോഭത്തിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന സമര രീതി എന്താണെന്നറിയാമോ? നിയമലംഘന പ്രസ്ഥാനമാണ്. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആണ്. നിയമലംഘന സമരമാണ് രാജ്യമൊട്ടാകെ, അതായത് തിരുവിതാംകൂറിലൊട്ടാകെ അവർ ആചരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ തിരുവിതാംകൂറില് നിയമലംഘന പ്രസ്ഥാനം 1938 കാലങ്ങളിൽ എന്താ നടക്കുന്നത്? നിയമലംഘന പ്രസ്ഥാനം, സിവിൽ നിയമലംഘന സമരമാണ് അവിടെ നടക്കുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പരീക്ഷയിൽ PSC ഒരു ചോദ്യം ചോദിച്ചു. അക്കമ്മ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അക്കമ്മ ചെറിയാൻ തിരുവനന്തപുരത്ത് വലിയൊരു ജാഥ നയിക്കുന്നുണ്ട്. ഈ ജാഥയ്ക്ക് നേരെ വെടിവെക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വരുന്ന സമയത്ത്, പോലീസ് വരുന്ന സമയത്ത് അക്കമ്മ ചെറിയാൻ അവരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ആദ്യം ഇതിന്റെ നേതൃത്വം ഞാനാണ്, ആദ്യം എന്നെ വെടിവെക്കൂ, അതിനുശേഷം ഇവരെ കൊല്ലൂ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡയലോഗ് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്കമ്മ ചെറിയാൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് എന്ത് സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതുപോലെ നിവർത്തന പ്രക്ഷോഭം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930-ലല്ലേ, അതാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉത്തരം ഇത് വരുത്തില്ല നമ്മൾ വിചാരിക്കും. എന്നാൽ അവിടെ തെറ്റാണ്. ഉത്തരം എന്താ? സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. കാരണം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭം നടക്കുന്നു, ഇത് നടക്കുന്നു, വെടിവെപ്പ് നടക്കുന്നു, പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ അവിടെ ഈ അക്കമ്മ ചെറിയാൻ ഈ സംഭവം ഓർത്തിരിക്കുക, ആ ഒരു മാർച്ച് ഓർത്തിരിക്കുക, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെയാണ്? യെസ്. അപ്പൊ അക്കമ്മ ചെറിയാൻ നയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിന്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടന്നു. ഇതിനാണ് ഞാൻ പറഞ്ഞത്, വെടിവെക്കാൻ വന്നപ്പോൾ അക്കമ്മ ചെറിയാൻ പറയുന്നത് ആദ്യം നിങ്ങൾ എന്നെ വെടിവെക്കൂ, അതിനുശേഷം ഇവനെ വെടിവെക്കൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവമൊക്കെ അതിന്റെ പേരിലാണ് ഗാന്ധിജി അക്കമ്മ ചെറിയാനെ ഝാൻസി റാണി, തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ ഇത്രയും പവർഫുൾ ആയിട്ട് ഈ പോലീസുകാരോട്, പട്ടാളക്കാരോട് എന്നെ ആദ്യം വെടിവെക്കൂ എന്ന് ധീരതയോടെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരെ ഗാന്ധിജി കൊടുക്കുന്നത്. ഓക്കെയാണ്? യെസ്. ഓക്കെ, നമ്മൾ 5ാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. ബിബിൻ സാർ നല്ല വെടിപ്പായിട്ട് നമ്മുടെ ആപ്പിൽ എടുത്തു തന്നിട്ടുണ്ട്, യൂട്യൂബിൽ എടുത്തു തന്നിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ചലഞ്ചിന്റെ ഭാഗമായിട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു പോവുകയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ തീരദേശം, തീരസമതലം എന്ന് പറയുന്ന ഇന്ത്യയുടെ താഴെയുള്ള ആ ഒരു V ഷേപ്പാണ്. ആ V ഷേപ്പിലാണ് നമുക്ക് കടലുള്ളത്. ഒരു സൈഡിൽ ബേ ഓഫ് ബംഗാളും ഉണ്ട്, ഒരു സൈഡിൽ അറബിക്കടലും ഉണ്ട്. നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ കഴിയും അല്ലെ. പടിഞ്ഞാറൻ തീരസമതലം, ഈ കാണുന്ന പടിഞ്ഞാറൻ തീരസമതലമാണ്. ഇപ്പോഴത്തെ കാണുന്നത് എന്താണ്? കിഴക്കൻ തീരസമതലമാണ്. നിങ്ങളിവിടെ നോക്കി, ഇവിടെ കളർ കൊടുത്തേക്കുന്നുണ്ട്. ഈ കളർ കൊടുത്തേക്കുന്ന സാധനമൊക്കെ ഈ തീരസമതലമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടായിട്ട് ഭാഗിക്കാം. നടുക്കൂടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ രണ്ടായിട്ട് നമുക്ക് ഭാഗിക്കാം. ഓക്കെ, യെസ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. അപ്പൊ ഇത് പടിഞ്ഞാറൻ തീരസമതലം, ഇത് കിഴക്കൻ തീരസമതലം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ നടുക്കായിട്ട് ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇവിടെ പശ്ചിമഘട്ടം വരുന്നുണ്ട്, ഇപ്പുറത്ത് എന്ത് വരുന്നുണ്ട്? പൂർവ്വഘട്ടവും വരുന്നുണ്ട് അല്ലെ. ഇപ്പുറത്ത് പശ്ചിമഘട്ടം, അപ്പുറത്ത് പൂർവ്വഘട്ടം. അപ്പൊ ഈ പശ്ചിമഘട്ടത്തിനും ഈ അറബിക്കടലിനും ഇടയിലുള്ള ഭാഗമാണ് എന്ത്? പടിഞ്ഞാറൻ തീരസമതലം. എന്നാൽ ബംഗാൾ ഉൾക്കടലും, ഈ കാണുന്നത് ബംഗാൾ ഉൾക്കടലാ, ഈ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലുള്ളതാണ് എന്ത്? നമ്മുടെ കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പടിഞ്ഞാറും കിഴക്കൊക്കെ ആദ്യം നമുക്ക് ദിശ തന്നെ അറിയണം, ഇല്ലാതൊന്നും ചിലവും തലയിരിക്കത്തില്ല കേട്ടോ. അതൊക്കെ സിമ്പിൾ ആണ്, നമ്മളെ മനസ്സിലാക്കി പിക്ചർ കിടന്നാൽ പോരെ. യെസ്. അടുത്തത് 2ാമത്തെ പോയിന്റ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം എവിടെ തൊട്ട് എവിടെ വരെയാ? ഗുജറാത്തിൽ. ഇവിടെ ഗുജറാത്താണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ നമ്മുടെ ഈ കാണുന്ന കന്യാകുമാരി വരെയാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. അതേപോലെ കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് നമ്മുടെ ബംഗാളിലെ സുന്ദർവൻ പ്രദേശം മുതൽ, സുന്ദർവൻ ഡെൽറ്റ മുതൽ നമ്മുടെ കന്യാകുമാരി വരെയാണ് എന്ത്? കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, കിഴക്കൻ തീരസമതലം സുന്ദർവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. യെസ്. ഇനി അടുത്തത്, താരതമ്യേന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. നിങ്ങൾ നോക്കി, ഈ പിക്ചർ തന്നെ നോക്കി, കണ്ടോ? ഇവിടെ ഇങ്ങോട്ടേക്ക് ചെറിയ ചെറിയ ഇപ്പുറത്ത് നോക്കിയേ, കിഴക്ക് അത്യാവശ്യം നല്ല വിസ്തീർണം കണ്ടോ? അപ്പൊ അതായത് താരതമ്യേന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്, എന്നാൽ കിഴക്കൻ തീരസമതലത്തിന് വീതി താരതമ്യേന കൂടുതലാണ്. അടുത്ത പോയിന്റ് നോക്കിയേ, ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയി തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലം നമ്മൾ പറഞ്ഞു എവിടെ തൊട്ടാണ്? റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ
കന്യാകുമാരി വരെയാണ് നമ്മൾ പറഞ്ഞു. അതിന് നമുക്ക് എന്ത് ചെയ്യാം, 3 തരംതിരിക്കാം. എങ്ങനെ തരംതിരിക്കാം? ഒന്ന്, ഗുജറാത്ത് തീരസമതലം. ഈ പറയുന്ന ഗുജറാത്തിന്റെ ഇവിടം തൊട്ട് ഇവിടെ വരെ വരുമ്പോൾ എന്തായി, ഗുജറാത്ത് തീരസമതലം നമുക്ക് തിരിക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊങ്കണായിട്ട് തിരിക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മലബാറായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, അതേപോലെ തന്നെ മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ 3 തരംതിരിക്കുന്നു. എന്നാൽ കിഴക്കൻ തീരസമതലത്തെ നമുക്ക് 2 തരംതിരിക്കാം. അതിലൊന്ന് നമ്മുടെ കോറമണ്ഡൽ തീരസമതലവും വടക്കൻ സിർക്കാസ് തീരമതലമാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടെ വരെ കോറമണ്ഡലാണ്, അവിടുന്ന് അങ്ങോട്ടേക്ക് സിർക്കാസ് ആണ്, വടക്കൻ സിർക്കാസ് ആണ്. അപ്പോൾ മറക്കണ്ട, കോറമണ്ഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ് സമതലം, ഇങ്ങനെ 2 നമുക്ക് കിഴക്കൻ തീരസമതലത്തെ തരംതിരിക്കാവുന്നതാണ്. ഇനി കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ് പാഠപുസ്തകത്തിലുള്ളതാണ്, നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരച്ച് നമ്മുടെ ബിബിൻ സാർ പഠിപ്പിച്ചതാണ്, കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഗോതമ്പിലേക്കാണ്. വീറ്റ്, ഗോതമ്പ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോളവും പറഞ്ഞു, അതുപോലെ അരിയും പറഞ്ഞു. ഇനി പാഠപുസ്തകത്തിലെ ഗോതമ്പ് നമ്മൾ പറയുകയാണ്. അപ്പൊ ഗോതമ്പ് ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത് അല്ലെ. 1ാം സ്ഥാനം ആർക്കാ? അരിക്കാണ് അല്ലെ, നമ്മുടെ നെല്ലിനാണ്, അരിക്കാണ്. 2ാമത്തത് റൈസാണ്, 2ാമത്തത് ഗോതമ്പാണ്. അപ്പൊ ഗോതമ്പിന് 2ാം സ്ഥാനമാണ് ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യയിലുള്ളത്. ഗോതമ്പ് ഒരു റാബി വിളയാണ് അല്ലെ. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നമുക്കറിയാം ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ, ഇതൊക്കെ എന്താ, റാബി വിളയാണ് അല്ലെ. നെല്ല് ഖാരിഫ് വിളയാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ചല്ലേ, നെല്ലും ചോളവും ഒക്കെ. അപ്പൊ റാബി വിളയാണ് ഗോതമ്പ്. അപ്പൊ ഈ ഗോതമ്പ് മാത്രമല്ല റാബി വിള, എന്തൊക്കെയുണ്ട്, പുകയിലയുണ്ട്, കടുകുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, ഇതെല്ലാം റാബി വിളകളാണ്. ഇനി നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അഭികാമ്യം, ഉത്തമം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പൊ ഓരോന്നിന്റെയും വ്യത്യസ്തമാണ്. അരിയുടേത് വ്യത്യസ്തമാണ്, നമ്മുടെ നെല്ലിൻ്റെത് വ്യത്യസ്തമായിരുന്നു. നമ്മൾ അതേപോലെ തന്നെ എന്തും പറഞ്ഞു, ചോളം, അതിന്റെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഗോതമ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോതമ്പിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം. അതേപോലെ തന്നെ 75 സെന്റിമീറ്റർ മഴയും അനിവാര്യമാണ്. കാലാവസ്ഥ മിതോഷ്ണ മേഖലയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ. ഇനി ശൈത്യ കാലയളവ് ആയതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി നടത്തുന്നത് എന്നൊരു പോയിന്റും കൂടി പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി ഞാനിവിടെ 3 സംസ്ഥാനങ്ങളുടെ പേര് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് കൃഷിയിൽ 2022-23 സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ, എക്കണോമിക് സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് മക്കളെ? ഉത്തർപ്രദേശാണ്. 2ാമത്തേതാര? മധ്യപ്രദേശാണ്. 3ാമത്തേതാര? പഞ്ചാബാണ് അല്ലെ. പഞ്ചാബ് അരിയിലും ഗോതമ്പിലും പഞ്ചാബ് 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഉത്തർപ്രദേശാണ് ഗോതമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം, 2 മധ്യപ്രദേശിനാണ്, 3 പഞ്ചാബിനാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ പോകുന്നത് ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായത്തിലേക്കുമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൽക്കരി പഠിച്ചായിരുന്നു, അതിന് മുമ്പ് മാംഗനീസ്, പിന്നീട് കൽക്കരി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുമാണ്. ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അപ്പൊ ഈ എപ്പിസോഡിൽ ഇരുമ്പ് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒന്ന്, ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ഇരുമ്പയിരിൽ നിന്നാണ്, അയൺ ഓറിൽ നിന്നാണ് അയൺ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ കാണപ്പെടുന്ന എത്ര തരം നിക്ഷേപങ്ങളാ? 4 തരത്തിലുള്ള ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, അതുപോലെ തന്നെ സിഡറൈറ്റ്. ക്ലിയർ ആണല്ലേ? യെസ്. ഇനി ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. എന്ന് പറഞ്ഞാല് ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 4ാം സ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 1, 2, 3 ആരാണെന്നൊരു ചോദ്യം വരും അല്ലെ. അപ്പൊ ഇരുമ്പയിരിൽ 1ാം സ്ഥാനത്തുള്ളത്, കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്. 2ാം സ്ഥാനം ബ്രസീലിനാണ്. 3ാം സ്ഥാനം നമ്മുടെ ഇവർക്കാണ്, നമ്മുടെ ചൈനയ്ക്കാണ്. 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. അപ്പോൾ ഓസ്ട്രേലിയ 1ാം സ്ഥാനം, ബ്രസീൽ 2ാം സ്ഥാനം, ചൈന 3ാം സ്ഥാനം. നിങ്ങൾ നോക്കിയേ, ABC. ഓക്കെ, അപ്പൊ ABC ഇന്ത്യ വരുമ്പോൾ പിന്നെ I ആവത്തേ ഉള്ളൂ. അപ്പൊ ABC I ആണ്. എന്താണ്? നമ്മുടെ
ഇരുമ്പയിരിൽ അയണോറിൽ ഇരുമ്പയിര് കയറ്റുമതിയിൽ ലോകത്ത് ആദ്യ സ്ഥാനം ഓസ്ട്രേലിയ, രണ്ടാമത് ബ്രസീല്, മൂന്നാമത് ചൈന, നാലാമത് ഇന്ത്യയാണ്. ഓക്കെ, യെസ്, ഈ ആയിരുന്നെങ്കിൽ അടിപൊളിയാണല്ലേ, ABC എന്നായാണ്. ഓക്കെ, ഡി ആണത്. അപ്പൊ ഇന്ത്യയുടെ വേണമെങ്കിൽ ഡി അവിടെ വരുത്താട്ടോ, ഇന്ത്യയുടെ ഡി, ABCD എന്നാക്കാം. യെസ്, അടുത്തത് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഓക്കെ, പാഠപുസ്തകത്തിലുള്ള പോയിന്റ് ആണ്. കഴിഞ്ഞില്ല. ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതുഅധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതുഅധിഷ്ഠിത വ്യവസായം എന്താ? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവയൊക്കെ. അടുത്തത് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നും കൂടി പാഠപുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത്രയും പോയിന്റ് നമ്മൾ എടുത്തുകൊണ്ട്, ഇനി വേറെ പോയിന്റ് ഇല്ല പാഠപുസ്തകത്തിൽ. അപ്പൊ ഇത്രയും പോയിന്റ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത 8ാമത്തത് രക്തക്കുഴലുകൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ പഠിച്ചത്? നമ്മൾ പ്ലാസ്മയെ കുറിച്ച് പഠിച്ചു അല്ലേ? പ്ലാസ്മയെ കുറിച്ച് പഠിച്ചു. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്ലാസ്മയെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട പാഠപുസ്തകത്തിലെ പോയിന്റ് നമ്മൾ പഠിച്ചു. അതുപോലെ രക്തക്കുഴൽ, അതിനെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്നൊരു സാധനമുണ്ട്. എന്താ? രക്തക്കുഴലുകൾ അല്ലെ? അതിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളുണ്ട്. അപ്പൊ ഈ രക്തക്കുഴലുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 3 രക്തക്കുഴലുകളുണ്ട്. ഒന്ന് സിരയാണ്, വെയിൻ, അതുപോലെ ധമനി, ആർട്ടറി, അതുപോലെ ലോമികകൾ, കാപ്പിലറീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ രക്തക്കുഴലുകൾ നമ്മൾ പഠിക്കേണ്ട 3 രക്തക്കുഴലുകൾ. ഒന്ന് സിരയാണ്, ധമനിയാണ്, ലോമികകളാണ്. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ സിര എന്താണ്? സിര എന്ന് പറഞ്ഞാൽ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സിരകൾ രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് ഈ പറയുന്ന സിരകളാണ്. അതുപോലെ തന്നെ കനം കുറഞ്ഞ ഭിത്തിയാണ്. അപ്പൊ സിര എന്ന് പറയുന്നത് രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു, കനം കുറഞ്ഞ ഭിത്തിയാണ്. ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഇതുവഴി ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ സിരകൾ എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു, കനം കുറഞ്ഞ ഭിത്തിയാണ്, ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു, അതുപോലെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ധമനികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും രക്തത്തെ സംവഹിക്കുന്നത് ആരാണ്? ധമനികളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ നേരത്തെ രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് ആരാ? അത് സിരകളാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്നും രക്തത്തെ സംവഹിക്കുന്നത് ആരാണ്? അത് ധമനികളാണ്. അതുപോലെ ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ഈ പറയുന്ന ധമനി. അതുപോലെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഇതിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ ധമനി പറഞ്ഞല്ലോ, പഠിച്ചല്ലോ. അതിന് ലോമികകളാണ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. അതുപോലെ ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അപ്പൊ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. രണ്ടിന്റെയും പ്രത്യേകതയാണ്. എന്തിന്റെ? സിരകളുടെയും പ്രത്യേകതയാണ്, അതേപോലെ തന്നെ ലോമികളുടെയും പ്രത്യേകതകളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ രക്തക്കുഴലുകൾ 3: സിര, ധമനി, ലോമികകൾ. പ്രധാന പോയിന്റും പഠിച്ചല്ലോ. യെസ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രസ്ഥാനങ്ങളെയാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. എല്ലാം എടുത്തിട്ടില്ല, കാരണം അതിന്റെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ചാൽ ദഹിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 4 ആദ്യത്തെ 4 പാഠപുസ്തകത്തിൽ ആദ്യത്തെ 4 നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ആര്യ സമാജമാണ്. ആര്യ സമാജം രൂപീകരിക്കപ്പെടുന്നത് 1875-ലാണ്. ആര്യ സമാജം മാത്രമല്ല, ആര്യ സമാജവും അതുപോലെ തന്നെ അലിഗഡ് പ്രസ്ഥാനവും 1875-ലാണ്. അപ്പൊ 1875 രൂപം കൊണ്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ആര്യ സമാജം. ഈ ആര്യ സമാജത്തിന്റെ പരിഷ്കർത്താക്കളിൽ അതിന്റെ ആളാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം. വർഷം 1875 ബോംബെയിലാണ്. അതിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട, ഇപ്പൊ PSC ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അതായത് ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ലക്ഷ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ച സംഘടന എന്നും പറഞ്ഞാൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് പഠിക്കുക. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം. രൂപീകരിച്ചത് 1875-ലാണ്. ബോംബെയിലാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതിന്റെ വക്താവ്. അടുത്തത് നമ്മൾ 75-ലേക്ക് തന്നെ പോവാണ്. അലിഗഡ് പ്രസ്ഥാനം. 1875-ലാണ് അലിഗഡ് പ്രസ്ഥാനം. ആരാ? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വാദിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എന്തിലൂടെ? അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ 1875. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ രാമകൃഷ്ണ മിഷൻ. 1875-ലാണ്. 1897-ലാണ് കേട്ടോ. 1897.
1897 രാമകൃഷ്ണ മിഷൻ വരുന്നത്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. എന്താണ് ആശയങ്ങൾ? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഏത് പ്രസ്ഥാനത്തിലൂടെ? രാമകൃഷ്ണ മിഷനിലൂടെ 1897 ബേലൂരിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിലൂടെ. അടുത്തത് പ്രാർത്ഥനാ സമാജം. ഇവയ്ക്ക് മുമ്പേ തന്നെ രൂപീകരിക്കപ്പെട്ട, ഏകദേശം 1867 രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് നമ്മുടെ പ്രാർത്ഥനാ സമാജം. ആത്മാറാം പാണ്ഡുരംഗിന്റെ അധ്യക്ഷതയിൽ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ വക്താവ്. അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ എന്താ? മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. വർഷം 1867 ആത്മാറാം പാണ്ഡുരംഗാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി നമ്മുടെ 10ാമത്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. നമ്മളൊരു സാധനവും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് പല അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് പാഠപുസ്തകത്തിലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ഡിഗ്രി തലത്തിൽ മുതൽ 10th ലെവൽ മുതൽ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾ വരെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്താണെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായിട്ടാണ്. ഈ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ടവയാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. ഇനി അതിലെ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ തന്നെ പലതവണ ആവർത്തിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് നോക്കാം. 1. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം 1ാമത്തെ അവകാശമാണ്. 2. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. 3. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. 4. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. 5. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. ഇങ്ങനെ 5 അവകാശങ്ങൾ നമുക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. 1, എന്ത് ചെയ്യുക? നമുക്ക് ഈ പറയുന്ന ജീവനും സ്വത്തിനും ഹാനികരമാവുന്ന സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതേപോലെ തന്നെ ഗുണമേന്മയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് അവകാശമുണ്ട്. ന്യായവിലയ്ക്ക് സേവനം ലഭ്യമാക്കാനുള്ള അവകാശമുണ്ട്. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിൽ 10 കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? PSC മുമ്പ് ചോദിച്ച ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളോടൊന്ന് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. 2. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താ? അയ്യപ്പൻ എന്നാണ്. ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ PSC പരീക്ഷകളിലും ആവർത്തിച്ചു വരുന്ന 3 പേരുണ്ട്. 1 ശ്രീനാരായണ ഗുരു, 2 ചട്ടമ്പി സ്വാമികൾ, 3 നമ്മുടെ അയ്യങ്കാളി. ഈ അടുത്ത കാലത്ത് പരീക്ഷകളിലൊക്കെ ആവർത്തിച്ചു വരുന്ന ഒരു നവോത്ഥാന നായകന്മാരാണ്. അടുത്ത, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബറാണ്. 1793 ആരംഭിച്ച് അല്ലെ, 1ാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചു. 93 ആരംഭിച്ചു. 1797 വരെ 1ാം പഴശ്ശി വിപ്ലവം, 98 വരെ 1ാം പഴശ്ശി വിപ്ലവം. അതിനുശേഷം 1900 തൊട്ട് 1800 മുതൽ 1805 വരെ 2ാം പഴശ്ശി വിപ്ലവം ഒക്കെയാണ് നടന്നത്. അപ്പൊ അന്ന് പഴശ്ശി കലാപത്തിൽ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. ഓക്കെ, യെസ്. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1946 പുന്നപ്ര വയലാർ സമരം. 46 കണ്ടോ? 46 പുന്നപ്ര 6 കേട്ടോ. അവിടെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരായിട്ടാണ്, ഭരണ പരിഷ്കാരത്തിനെതിരായിട്ടാണ് തിരുവിതാംകൂറിൽ ഈ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത, കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്.
അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. പലരും തെറ്റിപ്പോയൊരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാ? തൃശ്ശൂരാണ്. തൃശ്ശൂരുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് നമ്മുടെ VP മേനോനാണ്. VP മേനോൻ നമ്മുടെ ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളുടെ ഒരു പ്രമുഖനായ മലയാളിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. VP മേനോന്റെ ഗ്രന്ഥമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സ്കൂൾ പാഠപുസ്തകത്തിൽ കിടക്കുന്ന പോയിന്റാണ്, എല്ലാ സ്കൂൾ പാഠപുസ്തകമാണ്. അത് താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിന്റെ ഈ കൂട്ടത്തിലെ അധിനിവേശ പ്രദേശം. അത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരാണ്? 1956 53 വന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 56 വന്നു. അതിന്റെ മലയാളിയായിട്ടുള്ള അംഗമാണ് നമ്മുടെ KM പണിക്കർ എന്ന് പറയുന്നത്. ഇവിടെ പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഓപ്ഷനിൽ PN പണിക്കർ കിടക്കുന്നുണ്ട്. അപ്പൊ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആള് PN പണിക്കരാണ്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട ആളാരാണ്? KM പണിക്കരാണ്. അപ്പൊ KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വലിയൊരു പ്രശ്നം. ഈ കേരളം രൂപീകരിച്ച സമയത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേരളത്തിലെ പല സ്ഥലങ്ങളും ഇദ്ദേഹമൊക്കെ വന്നിട്ടാണല്ലോ നമ്മുടെ കേരളം സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ തമിഴ്നാടിന് കൊടുത്തു, തമിഴ്നാട്ടിലെ ചില പ്രദേശം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇത് KM പണിക്കർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളെ കേരളത്തിലേക്ക് എടുത്തുകൊണ്ട് കോൺഗ്രസിന് വോട്ടിട്ടുന്ന പ്രദേശങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്രശ്നങ്ങളൊക്കെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ KM പണിക്കർ ആ കാലഘട്ടത്തിൽ ഭയങ്കര വിവാദങ്ങൾക്ക് വഴിതെളിച്ചതാണ്. അപ്പോൾ KM പണിക്കർ നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ആനുകാലിക ചോദ്യങ്ങളാണ്. മുൻ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അടുത്ത കാലത്ത് നമ്മൾ പുതുതായിട്ട് പേര് മാറ്റി, 2023 പേര് മാറ്റി. അപ്പോൾ ഇനി മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, മറിച്ച് CD ദേശ്മുഖിന്റെ പേരിലാണ് ഇനി അത് അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. അത് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ബിപോർ ജോയി ആണ്. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ബിപോർ ജോയി. ഇതിന് പേര് കൊടുത്തത് ബംഗ്ലാദേശാണ് കേട്ടോ. അപ്പോൾ ബംഗ്ലാദേശുകാരാണ് ഈ ബിപോർ ജോയി എന്ന് പേര് കൊടുക്കുന്നത്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ്, ആദ്യത്തെ ചുഴലിക്കാറ്റാണ്. അതുപോലെ ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. 2023 2023 ജനുവരിയിലാണ്. ജനുവരി 14 രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് സംഭവം നടന്നത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് ഈ ഇന്ത്യയും ഈജിപ്തും തമ്മിൽ ആദ്യമായിട്ടൊരു സംയുക്ത സൈനിക അഭ്യാസം നടന്നു. അതിന്റെ പേരെന്താ? സൈക്ലോൺ 1 എന്നാണ് അതിന്റെ പേര്. ഓക്കെ. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് അവാർഡ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ 2023 ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഗ്രാമം ദോർദോ ഗ്രാമമാണ്. അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ദോർദോ ഗ്രാമമാണ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ 2023 ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഗ്രാമം. ഓക്കെ. അടുത്തത് 2023 ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് ജേതാക്കളായത് ഹരിയാനയാണ്. പ്രത്യേകം ഓർക്കണേ, 2023 ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് ജേതാക്കൾ ആരാണ്? ഹരിയാനയാണ്. അടുത്ത 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം മലയാളികൾ കൂടി അഭിമാനമായിട്ടുള്ള M ശ്രീശങ്കറാണ്. ലോങ് ജമ്പിലാണ് കേട്ടോ. ലോങ് ജമ്പിലാണ് ശ്രീശങ്കർ യോഗ്യത നേടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ വേറെ ചോദ്യം കൂടി ഉണ്ട്. 2024 ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് ആണെന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് 2023 ജൂലൈയിൽ നാഷണൽ പബ്ലിക് ഹെൽത്ത് എക്സലൻസ് അവാർഡിന് അർഹമായ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 2023 നാഷണൽ പബ്ലിക് ഹെൽത്ത് എക്സലൻസി അവാർഡ് ലഭിക്കുകയുണ്ടായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ 2023 സാഹിത്യ നോബൽ പുരസ്കാരത്തിന്റെ ജേതാവ് ജോൺ ഫോസയാണ്. നോർവേ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ജോൺ ഫോസയാണ് 2023 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവ്. ഇനി അടുത്ത 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസിന് അർഹയായത് നമ്മുടെ അരുന്ധതി റോയ് ആണ് കേട്ടോ. 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസിന് അർഹയായത് അരുന്ധതി റോയ് ആണ്. നമ്മുടെ ആസാദി എന്ന് പറയുന്ന കുറേ ലേഖനങ്ങൾ, അവരുടെ ലേഖനങ്ങളുള്ള ചേർത്ത് വെച്ചുള്ളൊരു പ്രസിദ്ധീകരണമാണ് ആസാദി. അപ്പൊ ആസാദി എന്ന് പറയുന്ന ലേഖനങ്ങളുടെ സമാഹാരത്തിനാണ് അരുന്ധതി റോയ്ക്ക് ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് 2023 അക്ഷര പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദനാണ്. മുകുന്ദേട്ടന്റെ കുട്ടികൾക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനാണ് കേട്ടോ. മുകുന്ദേട്ടന്റെ കുട്ടികൾക്ക് എന്ന പുസ്തകത്തിനാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 2023 അക്ഷര പുരസ്കാരത്തിന് M മുകുന്ദൻ വിന്നറാകുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ 30 ചോദ്യങ്ങൾ പഠിച്ചു. ചില കാര്യങ്ങളൊന്ന് കാട് കയറി ഞാൻ പോയി. അപ്പൊ എന്തായാലും ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം 5 മിനിറ്റ് എക്സാം ഉണ്ട്. എക്സാം എഴുതാൻ മറക്കരുത്. എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.